ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. iOS 18 സ്റ്റേബിൾ വെർഷൻ റിലീസ് ആയിട്ടുണ്ട്. iOS 18 വന്ന കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നസ്നസ്. ഞാൻ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളിയാണ്. ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, എസ്പെഷ്യലി ഐഫോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ സാംസങ് ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ നോർമലി വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ യൂട്യൂബിൽ എപ്പോഴെങ്കിലും മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ. ഇനി മുതൽ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാനുള്ള ഒരു പ്ലാനാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ ആ ഒരു ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് iOS 18 സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡിവൈസുകൾ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ ജനറലിൽ പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നിട്ടുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ വൈഫൈ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈഫൈ ആണെന്ന് കൺഫേം ചെയ്യുക. ബെറ്റർ നിങ്ങൾ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ മിനിമം ഒരു 80% ഒക്കെ ചാർജ് ഉണ്ടെന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ iOS 18 വന്ന കുറച്ച് ഫീച്ചറുകളെ പറ്റിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. iOS 18 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് കാണുന്ന ഒരു ചേഞ്ചസ് ഫോട്ടോസ് ആപ്പിലാണ്. ഫോട്ടോസ് ആപ്പിൻ്റെ UI മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ പിൻഡ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സജഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത്യാവശ്യം നല്ലൊരു UI കൂടിയാണ് iOS 18 ഫോട്ടോസ് ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിഷ്യലി കാണുന്ന സമയത്ത് നമുക്കൊരു അനോയിങ് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും നമ്മളത് യൂസ്ഡ് ആയി കഴിഞ്ഞാണെങ്കിൽ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ആ ഒരു ഫോട്ടോസ് ആപ്പിനെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അടുത്ത മെയിൻ ചേഞ്ചസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കൺട്രോൾ സെൻറ്ററിലാണ്. കംപ്ലീറ്റ്ലി റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ സെൻറ്ററാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അതുമാത്രമല്ല നമുക്ക് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇപ്പോൾ റിമോട്ടിൻ്റെ സൈസ് കുറച്ചു, ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൻ്റെ ആ ഒരു ഇത് വലുതാക്കണമെങ്കിൽ വലുതാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം. ആഡ് കൺട്രോൾ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെ കൺട്രോൾ സെന്റർ ഓപ്ഷൻസും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല രീതിയിൽ തന്നെയാണ് ആപ്പിൾ ഒരു കൺട്രോൾ സെന്റർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കംപ്ലീറ്റ്ലി ഇത് റീഡിസൈൻ ചെയ്തിട്ട് നമ്മളതായ രീതിയിലുള്ള ഒരു കൺട്രോൾ സെന്ററും കാര്യങ്ങളൊക്കെ ആക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിപ്പം ആഡ് കൺട്രോൾ കൊടുത്തിട്ട് നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കൺട്രോൾ സെന്ററിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിൽ പവർ ഓഫ് ബട്ടണും കൂടെ അവൈലബിൾ ആണ്. അടുത്തത് ലോക്ക് സ്ക്രീനിൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ടോർച്ച് ഐക്കണും ക്യാമറ ഐക്കണും ആണ് കാണാറുള്ളത്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കസ്റ്റമൈസിൽ ക്ലിക്ക് ചെയ്യുക, ലോക്ക് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ മൈനസിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഫസ്റ്റ് റിമൂവ് ചെയ്യുക. അതിനുശേഷം പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാനിപ്പം എയറോപ്ലെയിൻ മോഡ് പിന്നെ മൊബൈൽ ഡാറ്റ കൊടുത്തു. അതിനുശേഷം നമ്മളിപ്പോൾ സേവ് ചെയ്താണെങ്കിൽ നമുക്ക് ലോക്ക് സ്ക്രീനിൽ നമുക്ക് ഇവിടെ ഐക്കൺ മാറിയതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്ത ലോക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കംപ്ലീറ്റ്ലി നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ ലോക്ക് സ്ക്രീനും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തത് നമുക്കിപ്പോൾ ആപ്പ് ഐക്കൺസ് ഒക്കെ നമുക്ക് എവിടെയാണോ ഹോം സ്ക്രീനിൽ വേണ്ടത് അവിടെ കൊണ്ടുവെക്കാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവെക്കുന്നു. എവിടെ വേണമെങ്കിലും വെക്കാം. നോട്ടീസ് ചെയ്തത് ഞാൻ ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് രണ്ട് ആപ്പ് വെച്ചു. ഇപ്പോൾ ഈ ഒരു വിഡ്ജറ്റ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. മേ ബി ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ അതും കൂടെ പോസിബിൾ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഹോം സ്ക്രീനിൽ പ്രസ് ചെയ്തെടുക്കുക. ഇവിടെ എഡിറ്റ് എന്ന് കാണാൻ വേണ്ടി പറ്റും. അവിടെ എഡിറ്റ് പേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതൊക്കെ പേജസ് വേണമെങ്കിലും നമുക്ക് ഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ എനേബിൾ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ എനേബിൾ ചെയ്തു. അതിനുശേഷം ഡൺ കൊടുത്താണെങ്കിൽ ആ ഒരു പേജും കൂടെ ഇവിടെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഹൈഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എഡിറ്റ് പേജസ് ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പേജ് ഹൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ചും കൂടെ ഈസി ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്ക് ഇവിടുന്ന് വിഡ്ജറ്റ് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഫോട്ടോസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും വിഡ്ജറ്റിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ ആ ഒരു ഫോട്ടോ ആപ്പ് വിഡ്ജറ്റ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി അതല്ല കുറച്ചും കൂടെ വലുത് വേണമെങ്കിൽ ആ ഒരു രീതിയിലും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല അടിപൊളിയായിട്ടാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതല്ല നമുക്കിപ്പോൾ ഹോം സ്ക്രീനിലേക്ക് വിഡ്ജറ്റ് കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എഡിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ആഡ് വിഡ്ജറ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടും നമുക്ക് വിഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ എഡിറ്റിൽ തന്നെ കസ്റ്റമൈസ് എന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ നമുക്കിവിടെ ലൈറ്റ്, ഡാർക്ക്, ഓട്ടോമാറ്റിക്, ടിൻഡഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ലൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നോർമൽ ആയിട്ടുള്ള ഐക്കൺസും കാര്യങ്ങളൊക്കെയാണ് കാണുക. ഇനിയിപ്പം ഡാർക്കിൽ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു ഡാർക്ക് മോഡിലേക്ക് കൺവേർട്ട് ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി അതല്ല ഓട്ടോമാറ്റിക് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഡാർക്ക് മോഡിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡാർക്ക് മോഡിലേക്ക് പോവുകയും നോർമൽ സമയത്ത് നോർമൽ ആയിട്ടുള്ള രീതിയിലും വരുന്നതായിരിക്കും. ഇനി ടിൻഡഡ് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ടിൻഡഡിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഏത് കളറാണ് നമുക്ക് വേണ്ടത് ആ ഒരു കളർ സെലക്ട് ചെയ്തുകൊണ്ട് കളേഴ്സ് നമുക്കിവിടെ ഐക്കണിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഹോം സ്ക്രീന് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അതല്ല നമുക്കിപ്പം വാൾപേപ്പറിൽ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ ആ ഒരു കളർ ചൂസ് ചെയ്യണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഈ ഒരു പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ഏത് കളറാണോ വേണ്ടത്, ഫോർ എക്സാമ്പിൾ വാൾപേപ്പറിൽ ഒരു കളർ ഉണ്ട്, ആ ഒരു കളറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ലാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ നമുക്കിവിടെ അതിൻ്റെ ഒരു പേരൊക്കെ പോയിട്ട് ഐക്കൺ കുറച്ചും കൂടെ വലുതായിട്ട് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ തന്നെയാണ് iOS 18 നമുക്ക്
നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ചേഞ്ചസ് നമുക്ക് ഇനി മുതൽ ആപ്സ് ലോക്ക് ചെയ്യാനും ഹൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കിത് ലോക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണെങ്കിൽ ആപ്പിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നു. ഇവിടെ റിക്വയർ ഫേസ് ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസ് ഐ ഡി കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്പ് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുശേഷം ഈ ഒരു ആപ്പ് ആക്സസ് ചെയ്യണമെങ്കിൽ ഫേസ് ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ആപ്പ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ആപ്പ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇന്റഗ്രേഷൻ തന്നെയാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതല്ല, നമുക്കിപ്പോൾ ഒരു ആപ്പ് ഐഡിയ ആണെങ്കിൽ ആപ്പിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇവിടെ റിക്വയർ ഫേസ് ഐ ഡി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൈഡ് ആൻഡ് റിക്വയർ ഫേസ് ഐ ഡി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഐ ഡി കാണിച്ചാണെങ്കിൽ ആ ഒരു ആപ്പ് ഐഡിയ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഹൈഡ് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ആപ്പ് അവിടെ നിന്ന് ഡിസപ്പിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആപ്പ് ലൈബ്രറിയിൽ നോക്കിയാലും നമുക്ക് ആ ഒരു ആപ്പ് അവിടെ കാണാൻ വേണ്ടി പറ്റത്തില്ല. നമുക്കിപ്പോൾ ആപ്പ് ലൈബ്രറിയിൽ താഴത്ത് പോയതാണെങ്കിൽ ഹിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസ് ഐ ഡി കൊടുത്താലും മാത്രമേ ഏതൊക്കെ ആപ്പുകൾ ഹിഡൻ ആയിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അടുത്തത് ഫോൺ ഡയലറിൽ കീപാഡിൽ T9 ഡയലിംഗും കൂടെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തിട്ട് കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ലെറ്റേഴ്സ് കാണാൻ വേണ്ടി പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. എല്ലാം നല്ല രീതിയിലാണെങ്കിൽ നമ്പർ പ്രസ് ചെയ്താണെങ്കിൽ ആ ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ നെസ്നാസിനാണെങ്കിൽ NAS ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ പേര് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഡയറക്റ്റ് ഡയൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ക്യാമറയിൽ നമുക്കിപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പോസ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇവിടെ പോസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിപ്പം വേണമെങ്കിൽ പോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അതിനുശേഷം റെസ്യൂം ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു വീഡിയോ കണ്ടിന്യൂ കൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തത് സെറ്റിംഗ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സെറ്റിംഗ്സിൽ കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ബാറ്ററി കൊണ്ടുവന്നിട്ടുണ്ട്. സെറ്റിംഗ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ ഐഡിയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താണെങ്കിൽ നമുക്കിവിടെ സൈൻ ഇൻ വിത്ത് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. സൈൻ ഇൻ വിത്ത് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ നമ്മളിപ്പോൾ സൈൻ ഇൻ വിത്ത് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വെച്ചിട്ട് ഏതൊക്കെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിലൊക്കെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഫേസ്2 എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ സൈൻ ഇൻ വിത്ത് ആപ്പിൾ ഐ ഡി ആണ് കൊടുത്തിട്ട് ഞാൻ ലോഗിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആപ്പ് യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിന് പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഡിലീറ്റ് ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് യൂസിങ് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ആപ്പിൽ നിന്ന് നമ്മുടെ ആ ഒരു ആക്സസ് റിമൂവ് ആവുന്നതായിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത ഏതെങ്കിലും സൈറ്റിൽ നമ്മളെ സൈൻ ഇൻ വിത്ത് ആപ്പിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തത് പാസ്വേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സേവ് ചെയ്യുന്ന പാസ്വേഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു പാസ്വേഡ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷനും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ തന്നെ നമുക്ക് വൈഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ആ ഒരു വൈഫൈയിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ നമ്മളിപ്പം ഓൾറെഡി ലോഗിൻ ചെയ്ത വൈഫൈയുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും പാസ്വേഡ് വീക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും. അതിന് കണക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് പാസ്വേഡ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തത് ആക്സസിബിലിറ്റിയിൽ ഐ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി ഐ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് എനേബിൾ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഐ കൊണ്ട് ഫോൺ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. വോക്കൽ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും ആക്സസിബിലിറ്റിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ വോക്കൽ ഷോർട്ട് കട്ട്സ് ഇപ്പം ഞാൻ ഇപ്പം എടാ മോനെ എന്നുള്ള രീതിയിൽ വിളിക്കുകയാണെങ്കിൽ സിറി ഓപ്പൺ ആവുന്ന രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ആഡ് ആക്ഷൻ കൊടുക്കുക. അതിനുശേഷം സെറ്റപ്പ് വോക്കൽ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. നമുക്കിപ്പോൾ ഏത് ആക്ഷൻ ആണോ വേണ്ടതെന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ക്യാമറ. അതിനുശേഷം ഇവിടെ ഓപ്പൺ ക്യാമറ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. ഓപ്പൺ ക്യാമറ, ഓപ്പൺ ക്യാമറ, ഓപ്പൺ ക്യാമറ. അതിനുശേഷം നമ്മൾ 3 തവണ എന്താണ് പറയേണ്ടത് ആ ഒരു കമാൻഡ് ജസ്റ്റ് ഒന്ന് പറയുന്നു. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ഓപ്പൺ ക്യാമറ എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. വോക്കൽ ഷോർട്ട് കട്ട്സ് എന്നാണ് ഈ ഒരു ഓപ്ഷന്റെ പേര്. അടുത്തത് ആക്സസിബിലിറ്റിയിൽ മോഷനിൽ നമുക്കിവിടെ ഷോ വെഹിക്കിൾ മോഷൻ ക്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെയാണ് iOS 18 വന്നിരിക്കുന്ന കുറച്ച് ഫീച്ചറുകൾ. ഇത് മാത്രമല്ല ഓൾമോസ്റ്റ് ഒരു 250+ ഫീച്ചേഴ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. iOS 18 വന്നിരിക്കുന്ന ഫീച്ചറുകളെ കുറിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഐഫോൺ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ്സിന് വേണ്ടിയിട്ട് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ. താങ്ക്